പ്രേക്ഷകർക്ക് ഓട്ടോഗ്രാഫിലേക്ക് സ്വാഗതം. ആധുനിക ജീവിതശൈലിയും ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ഇന്ന് നമുക്ക് ഒരുപാട് രോഗങ്ങളാണ് സമ്മാനിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും രൂക്ഷമായ പ്രശ്നമാണ് വന്ധ്യത. വന്ധ്യതയ്ക്കുള്ള പരിഹാരം തേടി ഇന്ന് ധാരാളം ദമ്പതികൾ അലയുകയാണ്. അവർക്കൊരു പരിഹാരവുമായി പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലുള്ള പാടൂർ എന്ന സ്ഥലത്തെ പൊന്നൻ പൂശാരി മെമ്മോറിയൽ വന്ധ്യതാ ചികിത്സാലയം ഒരു പരിഹാരവുമായി കടന്നു വന്നിരിക്കുകയാണ്. നമുക്ക് ആ അനുഗ്രഹീത സ്ഥാപനത്തിന്റെ സാരഥി ശ്രീ നിഷികാന്ത് പാടൂരിനെ പരിചയപ്പെടാം. അദ്ദേഹത്തോട് നമുക്ക് വേണ്ട വിവരങ്ങൾ ചോദിച്ചറിയാം. സർ, നമസ്കാരം. ഈ പാരമ്പര്യ ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ ആയുർവേദം പോലെ തന്നെയാണോ? ആയുർവേദ രീതികളുമായിട്ട് അതിന് സാമ്യമുണ്ടോ? ആയുർവേദ രീതികളല്ല, മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതി ആയുർവേദം തന്നെയാണ്. പക്ഷേ ഒരു ആയുർവേദ ഗ്രന്ഥത്തെ ബേസ് ചെയ്തിട്ടുള്ള ഫോർമുല അല്ല ഇത്. ഞങ്ങൾക്ക് പാരമ്പര്യമായി കൈവന്നിട്ടുള്ള ഓരോ തലമുറയും കൈമാറി വരുന്ന ഫോർമുല ഉപയോഗിച്ചുണ്ടാക്കുന്ന ഔഷധങ്ങളാണ് ഈ വന്ധ്യതയ്ക്ക് ഉപയോഗിക്കുന്നത്. അതായത് മറ്റ് ആയുർവേദം എന്ന് പറയുമ്പോൾ ചരക സംഹിതയിലോ അല്ലെങ്കിൽ സഹസ്രയോഗത്തിലോ വൈശ്വരത്നാവലിയിലോ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ ഇതിന്റെ ഇതുണ്ടാവണം, ലിഖിതമായിട്ടുള്ള ഒരു ഇതാണ്. ഇത് തീർച്ചയായും ഞങ്ങളുടെ പാരമ്പര്യം ഓരോ തലമുറകളും കൈമാറി വരുന്ന ഫോർമുലയിൽ ഉണ്ടാക്കുന്ന ഔഷധങ്ങൾ മാത്രമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ആയുർവേദ രീതിയിൽ തയ്യാറാക്കുന്നു എന്നതിലപ്പുറത്ത് ഇതൊരു പാരമ്പര്യ നാട്ടുവൈദ്യ ചികിത്സ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്ര തലമുറയായിട്ടുണ്ട് ഇപ്പൊ ഈ ചികിത്സാ സമ്പ്രദായം തുടങ്ങിയതിനു ശേഷം? പൊന്നൻ പൂശാരി എന്ന പിതാമഹനിൽ നിന്നാണ് ഈ തലമുറ തുടങ്ങിയത്. ഞാനാണ് 9ാം തലമുറ. പൊന്നൻ പൂശാരി എന്ന ഞങ്ങളുടെ പിതാമഹനിൽ നിന്നും 9ാം തലമുറയായ എന്നിലേക്ക് എത്തി നിൽക്കുന്നു. ഈ ചികിത്സാ രീതിയിൽ എത്ര മരുന്നുകൾ കാണും? നിരവധി മരുന്നുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നിൽ 148ഓളം ഔഷധങ്ങൾ ചേർത്താണ് മാസങ്ങളോളം പണിപ്പെട്ടുണ്ടാക്കുന്ന ഔഷധമാണ് ഇതിന്റെ മെയിൻ മരുന്ന്. പിന്നെ അതിനുള്ള ശേഷമുള്ള മരുന്നുകൾ 80ഉം 86ഉം കൂട്ടം മരുന്നുകൾ ചേർത്തിട്ടുള്ളതാണ് മറ്റു മരുന്നുകൾ ഉണ്ടാക്കുന്നത്. ഈ മരുന്നുകളെല്ലാം തന്നെ ഒരു രോഗിക്ക് ആവശ്യമുണ്ടോ? മുഴുവൻ മരുന്നും ആവശ്യമില്ല എങ്കിൽ കൂടി 10 വർഷത്തിന് ശേഷം വരുന്ന വന്ധ്യതാ രോഗികൾക്കെല്ലാം ഞങ്ങൾ ഈ മുഴുവൻ മരുന്നും കൊടുക്കാറുണ്ട്. കാരണം പിന്നെ അവിടെ പരീക്ഷിച്ച് നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട്, ഇതിന് സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്നായതുകൊണ്ടും ഞങ്ങൾ മൊത്തത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റിലൂടെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഇതിനുവേണ്ടി ഞങ്ങൾ എല്ലാ മരുന്നും ഒരുമിച്ച് കൊടുക്കാറുണ്ട്. ആധുനിക ചികിത്സാ രീതികൾ വന്ധ്യതയ്ക്ക് ഒരുപാടുണ്ട്. IVF പോലുള്ള ഒരുപാട് ട്രീറ്റ്മെന്റുണ്ട്. അതിന്റെ എല്ലാം ബേസ് ഒരു ലാബിന്റെ റിപ്പോർട്ടായിരിക്കും. ഇപ്പോൾ ബീജത്തിന്റെ കൗണ്ടിന്റെ എണ്ണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. ഈ ചികിത്സാ രീതിയിൽ അങ്ങനെയുള്ള ഇപ്പൊ പാരമ്പര്യ ചികിത്സാ രീതി ആയതുകൊണ്ട് പണ്ടുള്ള തലമുറ ഒരു പക്ഷേ ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ അല്ലായിരുന്നു അന്ന്. ഇന്നിപ്പോൾ പുതിയ ഫെസിലിറ്റികൾ അവൈലബിൾ ആണ്. ഈ ഒരു സൗകര്യം സാർ ഈ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ? തീർച്ചയായും ഇതിന് ഞങ്ങളുടെ ഈ ട്രീറ്റ്മെന്റിൽ ടെസ്റ്റിന്റെ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ആവശ്യമില്ല. കാരണം 9 തലമുറ മുമ്പ് എന്നാൽ നമുക്ക് തന്നെ അറിയാം, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണിത്. അപ്പോൾ സ്ത്രീക്ക് ഉണ്ടാവുന്ന എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നായിരിക്കാം അന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പുരുഷന് വരാവുന്ന എല്ലാ രോഗങ്ങളെ കുറിച്ചും വ്യക്തമായ ധാരണയോട് കൂടിയിട്ടായിരിക്കും പുരുഷനുള്ള മരുന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വന്ധ്യത എന്ന് പറയുമ്പോൾ ഇത്തരം എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു മെഡിസിൻ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കൗണ്ട് 0, അതായത് അസോസ്പെർമിയ ആയിട്ട് ഡോക്ടർമാർ പരിപൂർണമായും വിട്ടിട്ടുള്ള കേസുകളും ഞങ്ങൾക്ക് വളരെയധികം വിജയത്തോടു കൂടിയിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. എത്ര വയസ്സ് വരെ ഉള്ളവർക്ക് ഇവിടെ വന്നതിന് ശേഷം കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്? ഇവിടുത്തെ ഈ സ്ത്രീക്ക് മെൻസസ് പരിപൂർണമായി നിൽക്കുന്ന അവസ്ഥയ്ക്ക് മുമ്പാണെങ്കിൽ നമ്മൾക്ക് വിജയ ശതമാനം പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. 44-45 വയസ്സായ സ്ത്രീകളിലും 20ഉം 22ഉം വർഷം വിവാഹ ജീവിതം നയിച്ചിട്ടും കുഞ്ഞുങ്ങളില്ലാത്തവർക്കും ഞങ്ങളുടെ ചികിത്സയിലൂടെ ഗുണം ലഭിച്ചിട്ടുള്ള 100 കണക്കിന് തെളിവുകൾ ഞങ്ങൾക്ക് കാണിക്കാൻ കഴിയും. ഏതൊക്കെ തരത്തിലുള്ള അസുഖങ്ങളാണ് വന്ധ്യത ഇതിലുള്ളത്? വന്ധ്യതയ്ക്ക് കാരണമായിട്ട് വരുന്ന പല കാരണങ്ങളായിരിക്കുമല്ലോ. വന്ധ്യത ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു രോഗം എന്നതിനപ്പുറത്തേക്ക് ഒരു അവസ്ഥ എന്നാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം വിവാഹം കഴിഞ്ഞ് ഏതാനും വർഷം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് നാം അവരിൽ രോഗമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നത്. ഒരു വന്ധ്യതാ രോഗി സാധാരണ നിത്യജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങളില്ല എന്നത് മാത്രമേ ഉള്ളൂ. പ്രകടമായ ഒരു രോഗലക്ഷണങ്ങളൊന്നും വന്ധ്യതാ രോഗികൾക്കില്ല. പക്ഷെ നമ്മൾ പിന്നീട് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കൗണ്ടിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ മോട്ടിലിറ്റിയുടെ പ്രശ്നം ഉണ്ടാവാം, അല്ലെങ്കിൽ സ്ത്രീക്ക് അണ്ടത്തിന്റെ പ്രശ്നം ഉണ്ടാവും, അണ്ട ഉൽപാദനക്കുറവ്, അല്ലെങ്കിൽ ആർത്തവം ക്രമമല്ലാത്ത അവസ്ഥ,
ഗർഭപാത്രത്തിലെ മുഴകൾ, ഇത്തരം പ്രശ്നങ്ങളാണ് വന്ധ്യതയ്ക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. ഇത്തരം പ്രശ്നങ്ങളെ നമ്മളുടെ ഈ പാരമ്പര്യ ചികിത്സയുടെ പരിപൂർണമായി സുഖപ്പെടുത്തി സന്താനഭാഗ്യം നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗർഭപാത്രത്തിൽ മുഴ പോലുള്ള അസുഖങ്ങൾക്ക് മുഴ മാറുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട് മരുന്ന് കഴിക്കും? എല്ലാ മുഴകളും ഈ ഗർഭത്തെ ബാധിക്കുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള ഗർഭാശയ മുഴകളുള്ളവർക്ക് ഞങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള, അതായത് 21 ദിവസം അല്ലെങ്കിൽ 14 ദിവസം വരെയുള്ള അതിൻ്റെ പീരീഡ്സ് നമ്മൾ കൂട്ടിക്കൊടുക്കേണ്ടി വരും. മരുന്ന് കൊടുക്കുന്നതിൻ്റെ ആ അളവ് കൂട്ടിക്കൊടുക്കേണ്ട ഒരവസ്ഥ വരും. അതിനുശേഷം അതിൻ്റെ ഗർഭാശയ മുഴ പൂർണ്ണമായി പോയ ശേഷം ഞങ്ങൾ ഗർഭധാരണത്തിനുള്ള മരുന്ന് കൊടുക്കാറുള്ളൂ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ ഈ തലമുറയിൽ ഇത്രമാത്രം വന്ധ്യത കൂടാനുള്ള കാരണം? അതായത് നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും ഇന്നത്തെ ജീവിതശൈലിയുടെയൊക്കെ പ്രത്യേകതകളാണോ? തീർച്ചയായിട്ടും നമ്മളുടെ വസ്ത്രരീതിയും ഭക്ഷണരീതിയും എല്ലാം വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ടുള്ള വീടുകളെല്ലാം നമ്മൾ നിർമ്മിക്കുന്നത്. ആ രീതിയിലുള്ള ഭക്ഷണമല്ല നമ്മൾ കഴിക്കുന്നത്. വസ്ത്രധാരണത്തിൽ നമ്മൾ മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിക്കുന്നതാണ്. ഇതെല്ലാം ശരീരത്തിന്റെ ചൂട് കൂട്ടുന്നതും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഹോർമോൺ കുത്തിവെച്ച കോഴിയും മൈദയും നമ്മുടെ നിത്യജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഭക്ഷണമായി മാറിയിട്ടുണ്ട്. ഇതെല്ലാം പൊറോട്ട പോലുള്ള ഭക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും വന്ധ്യത വരാതിരുന്നാലേ അതിശയുള്ളൂ. കൂടുതൽ സമയം ബൈക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പുരുഷന്മാരിൽ വന്ധ്യത ഉണ്ടാകുന്നു കേട്ടിട്ടുണ്ട്, അത് നേരാണോ? ബൈക്ക് യാത്ര എന്നതിനപ്പുറത്ത് നമ്മൾ കൂടുതലായിട്ട് ഈ പൊല്യൂഷനിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു, കൂടുതൽ ശരീരം ചൂടാവുന്നു, പിന്നെ നമ്മളെ ഒരേ ഇരിപ്പ്, പിന്നെ ശരീരത്തിന് വെറുതെ ജർക്കിങ് ഉണ്ടാകുന്ന അവസ്ഥ, ഇതൊക്കെ ആകുമ്പോൾ ശരീരത്തിന് മൊത്തത്തിൽ നമ്മുടെ ബോഡിക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കിടയിൽ വന്ധ്യത കൂടുതലാണ്. അവിടുത്തെ ഭക്ഷണം തന്നെയാണ്, ഫാസ്റ്റ് ഫുഡാണ് അവിടുത്തെ. അവർ ടിൻ ഭക്ഷണങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അവിടെ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഇതില്ല, അവർക്ക് പണി കഴിഞ്ഞ് വന്നാൽ ഒന്ന് റെസ്റ്റ് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ അവർ കൂടുതലും ടിന്ന് ആയിട്ടുള്ള ഫുഡ് ഉപയോഗിക്കുന്നു. അതിൽ കേടുവരാതിരിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ശരീരത്തിന് വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വിദേശ രാജ്യങ്ങൾ. പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് മരുഭൂമിയാണ്, ശരീരത്തിന്റെ കൂടുതലായിട്ട് ചൂടടിക്കുമ്പോൾ വന്ധ്യത ഉണ്ടാവാറുണ്ട്. അജിനോമോട്ടോ പോലുള്ള രുചി കൂട്ടാൻ വേണ്ടി ചേർക്കുന്ന പല വസ്തുക്കളും ഇന്ന് അവൈലബിൾ ആണ്. അതൊക്കെ ഈ വന്ധ്യതയെ ബാധിക്കും. ആന്തരിക രക്തസ്രാവത്തിന് വരെ കാരണമാകും അജിനോമോട്ടോ എന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് ബുക്കുകൾ വായിച്ചിരുന്നു. ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ ഭക്ഷണത്തിൽ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോഴും ആ കഴിക്കുന്ന ഭക്ഷണം വിഷമയമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അത് രക്തത്തിലൂടെ കലർന്ന് നമ്മളുടെ ശരീരത്തിൽ പുരുഷനാണെങ്കിൽ കൗണ്ട് ഉണ്ടെങ്കിലും മോട്ടിലിറ്റി കുറയ്ക്കും, ചലനശേഷി അണുക്കളുടെ എണ്ണം കുറയ്ക്കാൻ ഈ അജിനോമോട്ടോ പോലത്തെ ഇത് കാരണമാകുന്നുണ്ട്. ഈ ചികിത്സാ രീതിയിൽ മരുന്ന് എത്ര നാളാണ് കഴിക്കേണ്ടത്? ഈ ട്രീറ്റ്മെന്റിൽ സ്ത്രീക്ക് ആദ്യം വെറും 14 ദിവസത്തെ മരുന്നാണ് കൊടുക്കുന്നത്. ആദ്യത്തെ 7 ദിവസത്തെ മരുന്ന് കഠിനമായ പഥ്യത്തോടു കൂടി കഴിക്കുന്ന മരുന്നാണ്. ആദ്യത്തെ 7 ദിവസത്തെ മരുന്ന് കഴിക്കുമ്പോൾ സ്ത്രീക്ക് കുളിക്കാനോ മേൽക്കഴുകാനൊന്നും പറ്റില്ല. ചൂടുള്ള വെള്ളത്തിൽ തുണി മുക്കിയിട്ട് ശരീരം തുടയ്ക്കാനേ പറ്റുന്നുള്ളൂ. 3 നേരം ചൂടുള്ള കഞ്ഞിയും പപ്പടം ചുട്ടതും എണ്ണ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിർബന്ധം തന്നെയാണ്. അല്ലെങ്കിൽ ചേന, സാധാരണ വാഴയ്ക്ക അല്ലെങ്കിൽ മുതര, ഇതിലേതെങ്കിലും ഒന്ന് ഇന്ദുപ്പിട്ടിട്ട് വെറുതെ വേവിച്ച് കുരുമുളകിൻ്റെ പൊടി ചേർത്തിട്ട് കഞ്ഞിയുടെ കൂടെ കഴിക്കാനേ പറ്റുള്ളൂ. ഈ 7 ദിവസം ഇതേ ഭക്ഷണക്രമം തന്നെയാണ്. ഈ 7 ദിവസം കണ്ടിന്യൂസ് ആയി ലൂസ് മോഷൻ ഉണ്ടാവും. ബാത്റൂം ആവശ്യങ്ങൾക്ക് ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുന്നതോടൊപ്പം ഇടയ്ക്കിടയ്ക്ക് ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ ഇന്ദുപ്പ് ചേർത്ത് കുടിക്കുകയും വേണം. പുരുഷന് പഥ്യത്തോടുള്ള മരുന്നാണെങ്കിൽ കൂടിയിട്ട് ഇത്രമാത്രം കഠിനമായ പഥ്യം ഉണ്ടാവുന്നില്ല. ഭക്ഷണത്തിലുള്ള ക്രമീകരണങ്ങളും കഴിക്കുന്ന മരുന്നുകളും കൂടിയിട്ട് കഠിനമായ പഥ്യമില്ലാതെ തന്നെ പുരുഷന് ഔഷധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എത്ര നാൾ വരെ ഈ കണ്ടിന്യൂ ചെയ്യണം ഈ മരുന്നുകൾ? 1 മാസം കൊണ്ട് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാറുണ്ട്. പക്ഷേ ഞങ്ങൾ മാക്സിമം 4 മാസം വരെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുള്ളൂ. അത്രയും. എന്നിട്ട് ഈ IVF എല്ലാം പോലുള്ള ദൂഷ്യഫലങ്ങൾ ഉള്ള ഹോർമോൺ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തികളിൽ മാത്രം ഞങ്ങൾക്ക് ചില സമയങ്ങളിൽ 8-9 മാസങ്ങളോളം മരുന്ന് കഴിച്ചിട്ടാണ് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാറുള്ളത്. IVF പോലുള്ള ചികിത്സാ രീതികൾ കഴിഞ്ഞവരാണ് ഇവിടെ കൂടുതലും എത്തുന്നത്. 100% പേരും എന്ന് പറയുന്നില്ലെങ്കിൽ കൂടി 90%-ഓളം IVF മിക്സിയും പരിപൂർണമായും പരാജയപ്പെട്ട ആളുകളാണ് ഇവിടെ എത്തുന്നതും ചികിത്സ നേടുന്നതും കുഞ്ഞുങ്ങളാവുന്നതും. അതിൽ എത്രത്തോളം വിജയ ശതമാനം? 60%-ഓളം വിജയിക്കാൻ ഞങ്ങൾക്ക് IVF മിക്സിയും പരാജയപ്പെട്ട രോഗികളിൽ 60%-ഓളം വിജയം വരിക്കാൻ ഈ ചികിത്സയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ തെളിവുകളും ഞങ്ങൾക്ക്